ഞങ്ങൾ കഴിഞ്ഞ ദിവസം മൂന്നാർ പോയിരുന്നേ. ആ യാത്രയിൽ കണ്ട കുറച്ച് കാഴ്ചകൾ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാം. ഇത് മാട്ടുപ്പെട്ടി ഡാമാണ് കാണുന്നത്. നല്ല വ്യൂ ആണ് ഇവിടെ കാണാനായിട്ട്. നല്ല പാലൊഴുകും പോലത്തെ വെള്ളച്ചാട്ടം. നല്ല തിരക്കായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഞങ്ങളുടെ യാത്രയൊക്കെ. എന്നാലും കൊള്ളാം. ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ കാഴ്ച വളരെ നല്ല രസമാണ്. നമുക്ക് ഇവിടെ നല്ല തണലുണ്ട്. എല്ലാം നല്ല ഭംഗിയാണ്. ആ ഒരു പ്രകൃതി രമണീയത ഒത്തുകിട്ടുന്ന ഒരു നല്ലൊരു ഇടമാണ് ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ. ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ നിന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. കാരണം ഇവിടുന്ന് വാഹനങ്ങളൊന്നും റോഡിൽ പോകാൻ ബുദ്ധിമുട്ട്, തിരക്ക് കാരണമേ. അത് ശനിയാഴ്ച ദിവസം കൂടിയായിരുന്നു. ഈ കാണുന്ന സ്ഥലമാണ് ചീയപ്പാറ, അതായത് നേര്യമംഗലം കഴിഞ്ഞുള്ള ഒരു സ്ഥലമാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. ഇതിലെ പോകുന്നവരൊക്കെ ഇവിടെ നിർത്തി വാഹനങ്ങൾ നിർത്തിയതിന് ശേഷം ഇവിടെ വന്ന് ഫോട്ടോയൊക്കെ എടുക്കാറുണ്ട്. ഫോട്ടോസിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ചീയപ്പാറയുടെ ആ ഒരു ഭംഗി വളരെ ഗംഭീരമാണ്. മൂന്നാർ എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ നേര്യമംഗലം കഴിഞ്ഞ് വരുന്ന ഒരു സ്ഥലമാണ് ചീയപ്പാറ. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ എക്കോ പോയിന്റിൽ ചെന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നതാണ്. ഒരു ചരടിൽ വളരെയധികം ചൂണ്ടകൾ കോർത്ത് കെട്ടി അങ്ങനെ മീൻ പിടിക്കുന്ന ഒരു പ്രക്രിയ. ഞങ്ങൾ അവിടെ നിന്നും പിന്നെ പോയ ഒരു സ്ഥലമാണ് പാപ്പാത്തിച്ചോല എന്ന് പറയുന്നത്. ഞങ്ങൾ ഗ്യാപ്പ് റോഡ് വഴി കയറി അങ്ങേറ്റത്ത് ചെന്നിട്ട് നമ്മുടെ പവർ ഹൗസും തിരിഞ്ഞ് ഉള്ളിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് പാപ്പാത്തിച്ചോല. നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ. ഞങ്ങൾ തിരിച്ച് ഗ്യാപ്പ് റോഡിൽ വന്നപ്പോഴാണ് അവിടെ കുറച്ച് കുട്ടികൾ ഡാൻസ് ചെയ്യുന്നത് കണ്ടത്. നമ്മുടെ മൂന്നാർ ട്രിപ്പിലെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ഒരിടമാണ് ഗ്യാപ്പ് റോഡിലെ യാത്ര. അതിഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക. എൻ്റെ ചെറിയ വീഡിയോ മൂന്നാർ യാത്രയിലുള്ള ചെറിയ വീഡിയോ ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത ഒരു വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.